തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPI-യിലും പൊട്ടിത്തെറി. ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാറിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. സലിംകുമാർ പീരുമേട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത് ശരിയായില്ലെന്നും പണമുണ്ടാക്കുന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നും വിമർശനം. എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി ജില്ലാ സെക്രട്ടറിയുടെ താൽപര്യക്കാരെ നിയോഗിച്ചെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനം. വിശദാംശങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ എങ്ങും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. കാരണം തമ്മിലുള്ള വിമർശനം, നേതാക്കൾക്കെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനം, ഇത് CPI-യിലും ഇടുക്കിയിലും അവസാനിക്കുന്നില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അത്തരത്തിൽ തന്നെയാണ് KP സുരേഷ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങളെല്ലാം തന്നെ നടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ അവലോകന യോഗത്തിലും നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. നിലവിലിപ്പോൾ CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ സലിംകുമാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം പീരുമേട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. ഈ സലിംകുമാറിനെ മത്സരിക്കുന്നതിലധികം, അല്ലെങ്കിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന ആ ഒരു കാര്യത്തിനപ്പുറം പണം ഉണ്ടാക്കുന്നതിലായിരുന്നു ശ്രദ്ധ എന്നുള്ളൊരു ആരോപണമാണ് പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത്. ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രചരണമാണ് പീരുമേട് മണ്ഡലത്തിൽ കെ സലിംകുമാർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൊക്രമുടി ഉൾപ്പെടെയുള്ള കയ്യേറ്റം, അതിൽ CPI നേതൃത്വത്തിന്റെ ഇടപെടൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സലിംകുമാറിന്റെ പേരുൾപ്പെടെ അതിൽ വരികയും സലിംകുമാർ പണം വാങ്ങിയിട്ടുണ്ടെന്ന തരത്തിൽ ആരോപണം ഉയരുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് ഈ സ്ഥാനാർത്ഥിയായി കെ സലിംകുമാറിനെ പീരുമേട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു വിമർശനം പ്രധാനമായും ഉയരുന്നു. സലിംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇരിക്കുകയും മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വിജയം ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് എന്തായാലും എക്സിക്യൂട്ടീവിനുള്ളത്. അതോടൊപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കളെ, അതായത് പാർട്ടിയിലെ മുതിർന്ന നേതാവായ കെ ശിവരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ തഴഞ്ഞുകൊണ്ട് താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സലിംകുമാർ വലിയ രീതിയിലുള്ള ശ്രമം നടത്തി. കെ ശിവരാമനെയും അതുപോലെ മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അത് വലിയ രീതിയിൽ ഇടുക്കി ജില്ലയിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കെ ശിവരാമനെതിരെയും ES ബിജിമോൾക്കെതിരെയും ഒരു വിഭാഗം രംഗത്തെത്തി എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പീരുമേട്ടിലെ പരാജയത്തിന് കെ ശിവരാമൻ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ കെ ശിവരാമന്റെ ഇടപെടൽ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നൊരു ആരോപണം, ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇത് പാർട്ടി പ്രത്യേക ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഇതിൽ ഉയർന്നു. അതോടൊപ്പം തന്നെ പീരുമേട്ടിലെ മുൻ MLA ES ബിജിമോൾ ആത്മാർത്ഥതയില്ലാത്തൊരു പ്രവർത്തനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം എല്ലാ ദിവസവും ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ആത്മാർത്ഥമായ ഒരു പ്രചരണം അത് പീരുമേട്ടിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം ES ബിജിമോൾക്കെതിരെയും ഉയരുന്നു. അത്തരത്തിൽ ഇടുക്കി ജില്ലയിലെ CPM വലിയ പൊട്ടിത്തെറിയിലാണ്. നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്പോരും കലുഷിതമായ ഒരു അന്തരീക്ഷവുമാണ് എന്തായാലും ഇടുക്കി CPI-യിൽ ഉടലെടുത്തിട്ടുള്ളത്.